കൊട്ടാരക്കര ചന്ദ്രശേഖരൻ എന്ന ആന എങ്ങനെ തിരുവിതാംകൂർ സർക്കാർ വകയായി എന്നുള്ളത് കേട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ചന്ദ്രശേഖരൻ്റെ ജീവിതകാലത്ത് ഉണ്ടായ ചില വിശേഷങ്ങൾ അറിയാം. കാലക്രമേണ ചന്ദ്രശേഖരനെക്കുറിച്ചുള്ള സന്തോഷം തിരുമനസിലേക്കും ജനങ്ങൾക്കും സീമാതീതമായി വർദ്ധിച്ചു. അവനു തീറ്റ കൊടുക്കുന്നതിനും അവനെ കുളിപ്പിക്കുന്നതിനും മറ്റും ഒട്ടും അമാന്തം വന്നു പോകരുതെന്ന് കരുതി രാമശാരുടെ അസിസ്റ്റൻ്റായി കൊച്ചുകുഞ്ഞ് എന്നൊരാളെ കൂടി ആനക്കാരനായി നിയമിച്ചു. കൊട്ടാരക്കര ദേശത്തുള്ള ജനങ്ങൾ ചന്ദ്രശേഖരനെക്കുറിച്ചുള്ള സന്തോഷം കൊണ്ട് ആനയെ വൈകുന്നേരം കെട്ടുന്നത് ഓരോ ദിവസവും ഓരോരുത്തരുടെ പുരയിടത്തിൽ വേണമെന്നും തീറ്റ അവർ ശേഖരിച്ച് കൊടുത്തുകൊള്ളാമെന്നും രാമശാരോട് പറയുകയും രാമശാർ അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. ആനയെ എവിടെ കെട്ടിയാലും പിറ്റേ ദിവസം രാവിലെ കൊച്ചുകുഞ്ഞ് ആ സ്ഥലത്തു ചെന്ന് ആനയെ പൊടി തട്ടിക്കളയുകയും വെള്ളം കൊടുക്കുകയും കൊണ്ടുപോയി കുളിപ്പിക്കുകയും ചെയ്യണമെന്നാണ് രാമശാറ് ഏർപ്പാട് ചെയ്തിരുന്നത്. അങ്ങനെ പതിവായി നടന്നു വരികയും ചെയ്തു. ചന്ദ്രശേഖരൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്തിരുന്നത് കൊച്ചുകുഞ്ഞായിരുന്നുവെങ്കിലും അവന് സ്നേഹവും ബഹുമാനവും രാമശാരെക്കുറിച്ച് ഉള്ളതുപോലെ മറ്റാരെക്കുറിച്ചും ഉണ്ടായിരുന്നില്ല. കൊച്ചുകുഞ്ഞിനെ ചന്ദ്രശേഖരൻ കൂലിക്കാരനായിട്ട് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. രാമശാർക്ക് ചന്ദ്രശേഖരനെക്കുറിച്ച് പുത്രനിർവിശേഷമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അയാൾ ചന്ദ്രശേഖരനെ സാധാരണയായി വിളിച്ചിരുന്നത് മകനേ എന്നായിരുന്നു. ചന്ദ്രശേഖരൻ അതിനെ സമ്മതിച്ചും രാമശാരെ തൻ്റെ പിതാവിനെ പോലെ വിചാരിച്ചുമാണ് ജീവിച്ചു വന്നത്. ഇപ്രകാരമെല്ലാം ആയിരുന്നപ്പോൾ ഒരു ദിവസം കാലത്ത് ആനയെ അഴിക്കുന്നതിനും മറ്റും പതിവ് പോലെ കൊച്ചുകുഞ്ഞു വന്നില്ല. അയാൾ കള്ള് കുടിച്ച് ബോധം കെട്ട് എവിടെയോ കിടന്നുപോയി. കൊച്ചുകുഞ്ഞ് പതിവ് പോലെ വരുമല്ലോ എന്ന് വിചാരിച്ച് രാമശാരം രാവിലെ വന്നില്ല. അദ്ദേഹം ഏകദേശം 10 മണിയായപ്പോഴേക്കും ആനയുടെ അടുക്കൽ വന്നു. അപ്പോൾ ആനയെ അതുവരെ അഴിക്കുകയോ പൊടിയടിക്കുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നറിഞ്ഞ് രാമശാർ വളരെ വ്യസനിച്ചു. ചന്ദ്രശേഖരനും സ്വല്പം സങ്കടം പ്രദർശിപ്പിച്ചു. ഉടനെ രാമശാർ, മകനെ, ആ കുരുത്തം കെട്ടവൻ പതിവ് പോലെ വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ വരാൻ താമസിച്ചത്. ഇനി ഇങ്ങനെ ഒരിക്കലും വരാതെ ഞാൻ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആനയെ അഴിച്ച് പൊടിയടിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് കൊച്ചുകുഞ്ഞും അവിടെ വന്നു ചേർന്നു. കൊച്ചുകുഞ്ഞിനെ കണ്ട് ദേഷ്യം കലശലായിട്ട് വരികയാൽ രാമശാർ അയാളെ സ്വല്പം ശാസിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്തു. അത് കൊച്ചുകുഞ്ഞിനെ ഒട്ടും രസിച്ചില്ല. കൊച്ചുകുഞ്ഞിന് തലേ ദിവസത്തെ കള്ളിൻ്റെ ലഹരി പോയിട്ടില്ലായിരുന്നു താനും. ശകാരം കേട്ടപ്പോൾ ദേഷ്യം വന്നതുകൊണ്ടും അയാൾ രാമശാരെ തല്ലാനായി കൈയൊങ്ങിക്കൊണ്ട് പാഞ്ഞു ചെന്നു. അത് ചന്ദ്രശേഖരന് ഒട്ടും രസിച്ചില്ല. അവൻ കൊച്ചുകുഞ്ഞിൻ്റെ കാലിൽ പിടികൂടി. അത് കണ്ട് രാമശാർ അയ്യോ മകനെ ചതിക്കരുതേ എന്ന് പറഞ്ഞതും ചന്ദ്രശേഖരൻ കൊച്ചുകുഞ്ഞിനെ പിടിച്ചു ഒരു മരത്തിന്മേൽ അടിച്ചതും കൊച്ചുകുഞ്ഞിൻ്റെ തല പൊട്ടിത്തെറിച്ചതും ചന്ദ്രശേഖരൻ കൊലവിളി വിളിച്ചതുമെല്ലാം ഒരുമിച്ച് കഴിഞ്ഞു. കൊച്ചുകുഞ്ഞിനെ മരത്തിന്മേൽ അടിക്കുന്നതിന് തടസ്സം പിടിക്കാനായി അടുത്തു ചെന്ന രാമശാരുടെ മേൽ തുമ്പിക്കൈ സ്വല്പം വീശുകയാൽ അയാൾ ബോധം കെട്ട് കുറച്ചു ദൂരെ മാറി വീഴുകയും ചെയ്തു. ആ സമയം അവിടെ താമസിച്ചിരുന്ന വീട്ടുകാർക്കുണ്ടായ ഭയവും പരിഭ്രമവും അവർണ്ണനീയമായിരുന്നു. ചന്ദ്രശേഖരൻ്റെ കൊലവിളി കേട്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടി. രാമശാർ വീണ് കിടക്കുന്നത് കണ്ട് ചന്ദ്രശേഖരൻ വളരെ വ്യസനിച്ചു. ശ്വാസം നേരെ പോകാതെയും ബോധം കെട്ടും കുളിച്ചതുപോലെ വിയർത്തുമാണ് രാമശാർ കിടന്നിരുന്നത്. ചന്ദ്രശേഖരൻ ഓടിച്ചെന്ന് അയാളെ തുമ്പിക്കൈയിൽ കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ഏകദേശം അരനാഴിക ദൂരം ചെന്നപ്പോൾ അവിടെ ഒരു മൈതാനവും മൈതാനത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്ലാവും നല്ല തണലുമുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ രാമശാരെ ആ തണലത്ത് കിടത്തിയിട്ട് പ്ലാവിൻ്റെ കൊമ്പ് ഒടിച്ച് ഇലയോടുകൂടി ഒടിച്ചെടുത്ത് രാമശാരെ വീശി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാമശാർ കണ്ണു തുറന്നു. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഒരു കുടവും കൊണ്ട്
അവിടെ അടുത്തുണ്ടായിരുന്ന കിണറ്റിങ്കര വന്ന് വെള്ളം കോരി കുടത്തിലൊഴിച്ച് നിറയ്ക്കുന്നത് ചന്ദ്രശേഖരൻ കണ്ടു. ചന്ദ്രശേഖരൻ അങ്ങോട്ട് ചെന്നു. ചന്ദ്രശേഖരൻ ചെല്ലുന്നത് കണ്ട് ആ സ്ത്രീ കുടമെടുക്കാതെ ഓടി. ചന്ദ്രശേഖരൻ പതുക്കെ ആ കുടവും വെള്ളവും എടുത്തുകൊണ്ടുവന്ന് രാമശാരുടെ അടുക്കൽ വെച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് കുറച്ചു വെള്ളമെടുത്ത് രാമശാരുടെ ദേഹത്തിൽ തളിച്ചു. പിന്നെയും കുറച്ചുകൂടി വീശി. അപ്പോൾ രാമശാര എഴുന്നേറ്റിരുന്നു. അത് കണ്ടപ്പോൾ ചന്ദ്രശേഖരന് സ്വല്പം മനസമാധാനമുണ്ടായി. അവൻ കുടം യഥാപൂർവം കിണറ്റിൻകരയിൽ കൊണ്ടുവച്ചിട്ട് മടങ്ങി വന്നു. പിന്നെയും തൂപ്പെടുത്ത് രാമശാരെ വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ രാമശാർ പറഞ്ഞു, മകനെ ചന്ദ്രശേഖര, നീ എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ചന്ദ്രശേഖരൻ അറിയാതെ വന്നുപോയ അബദ്ധമാണെന്ന ഭാവം കൊണ്ട് രാമശാരെ മനസ്സിലാക്കിക്കുകയും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വളരെ നേരം കരയുകയും ചെയ്തു. കാലത്ത് അഴിച്ച് പൊടി തട്ടിയാൽ ഉടനെ ചന്ദ്രശേഖരന് കുടിക്കാൻ വെള്ളം കൊടുക്കുക പതിവായിരുന്നു. അന്ന് അതിന് ഇടയില്ലായിരുന്നല്ലോ. അതിനാൽ അവന് കലശലായിട്ട് ദാഹമുണ്ടായിരുന്നു. രാമശാർക്ക് കുറച്ച് സുഖമുണ്ടെന്ന് കണ്ടപ്പോഴേക്കും ചന്ദ്രശേഖരൻ വെള്ളം കുടിക്കാൻ ധൃതിയായി. അവൻ കിണറ്റിൻകരയിൽ ചെന്ന് കുടത്തിൽ നോക്കി. അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതിനാൽ മടങ്ങിപ്പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി നോക്കി. അപ്പോഴും കുടത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതിനാൽ ആ പ്രാവശ്യം ഇച്ഛാഭംഗത്തോടു കൂടി മടങ്ങിപ്പോന്നു. അങ്ങനെ 3-4 പ്രാവശ്യമായപ്പോൾ രാമശാര്, മകനെ, എനിക്ക് എണീക്കാറായാൽ ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറഞ്ഞു. ആ മുസ്ലിം സ്ത്രീ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ വൈകിട്ട് ചന്ദ്രശേഖരനുണ്ടായ പാരവശ്യം കണ്ട് ആ സ്ത്രീ എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് കിണറ്റിൻകരയിൽ ചെന്ന് കുടം നിറച്ച് വെള്ളം കോരി ഒഴിച്ചു. എന്നിട്ട് മാറി നിന്നു. ചന്ദ്രശേഖരനെ നോക്കി. വെള്ളം കുടത്തിൽ നിറച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്കാം, എൻ്റെ കുടം പൊട്ടിച്ചേക്കരുത് എന്ന് അവർ പറഞ്ഞത് കേട്ട് ചന്ദ്രശേഖരൻ അടുത്തു ചെന്ന് വെള്ളമെടുത്ത് കുടിച്ചിട്ട് മതിയായില്ലെന്ന ഭാവത്തോടു കൂടി മാറി നിന്നു. മുസ്ലിം സ്ത്രീ പിന്നെയും ചെന്ന് വെള്ളം കോരി കുടം നിറച്ചു ഒഴിച്ചു കൊടുത്ത് മാറി നിന്നു. ചന്ദ്രശേഖരൻ ആ വെള്ളവും എടുത്ത് കുടിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പോൾ ചന്ദ്രശേഖരന് വെള്ളം മതിയാകിയാൽ അവൻ കുടം പതുക്കെ അവിടെ വെച്ചിട്ട് രാമശാരുടെ അടുക്കിലേക്ക് പോന്നു. അപ്പോൾ ആ മുസ്ലിം സ്ത്രീ വീണ്ടും ചെന്ന് വെള്ളം കോരി കുടവും നിറച്ചെടുത്തുകൊണ്ട് അവരുടെ താമസ സ്ഥലത്തേക്കും പോയി. അപ്പോഴേക്കും രാമശാർക്ക് ക്ഷീണം ഒരുവിധം മാറിയതിനാൽ അയാൾ ചന്ദ്രശേഖരനോടുകൂടി അയാളുടെ വീട്ടിലേക്ക് പോയി. കൊച്ചുകുഞ്ഞിനെ കൊന്നതിന് ശേഷം ചന്ദ്രശേഖരനെ പുരയിടത്തിൽ കെട്ടാൻ ആരും സമ്മതിക്കാതെയായി. അതിനാൽ നേരം വൈകുമ്പോൾ രാമശാർ അവനെയും കൊണ്ട് ആൾപ്പാർപ്പില്ലാത്ത പറമ്പുകളിലാണ് പിന്നീട് കെട്ടിയിരുന്നത്. എങ്കിലും ജനങ്ങൾ കൂടെ ചന്ദ്രശേഖരന് പഴക്കുല, കരിമ്പ്, ശർക്കര, നാളികേരം മുതലായവ കൊണ്ടുചെന്ന് കൊടുത്തിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുചെന്ന് കൊടുത്താൽ അതിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് മാറ്റിവെച്ചിട്ട് ശേഷമേ അവൻ തിന്നാറുള്ളൂ. സ്വദേശത്ത് വെച്ചാണെങ്കിൽ മാറ്റിവെക്കുന്ന ഭാഗം അവൻ തന്നെ എടുത്തുകൊണ്ടുപോയി അവന് വെള്ളം കോരി കൊടുത്ത ആ മുസ്ലിം സ്ത്രീയുടെ കുടിലിൻ്റെ വാതിക്കൽ വെച്ച് എടുത്തുകൊള്ളാൻ ആംഗ്യം കാണിച്ചിട്ട് മടങ്ങിപ്പോരും. ഇതിന് രാമശാർ കൂടെ ചെല്ലുകയും ഒന്നും വേണ്ട. ഉത്സവങ്ങളിൽ എഴുന്നള്ളിപ്പിനും മറ്റുമായി ദൂരസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പഴക്കുല മുതലായവ ആരെങ്കിലും കൊടുത്താൽ ചന്ദ്രശേഖരൻ ആ മുസ്ലിം സ്ത്രീക്കുള്ള ഭാഗമെടുത്ത് രാമശാരെ ഏൽപ്പിക്കും. രാമശാർ അത് വിറ്റുകിട്ടുന്ന പണം സ്വദേശത്ത് ചെല്ലുമ്പോൾ ആ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തിരിക്കും. അങ്ങനെയാണ് പതിവ്. ചന്ദ്രശേഖരൻ്റെ മനസ്സിലിരിപ്പും അങ്ങനെയാണെന്നാണ് രാമശാർ മനസ്സിലാക്കിയിരുന്നത്. ഒരിക്കൽ സ്വദേശത്ത് ഒരാൾ ചന്ദ്രശേഖരന് 4-5 പഴക്കുല കൊണ്ടുചെന്ന് കൊടുത്തു. അതിൽ നിന്ന് ഒന്നാന്തരം ഒരു കുലയെടുത്ത് മാറ്റിവെക്കുകയും ശേഷമുണ്ടായിരുന്നത് തിന്നുകയും ചെയ്ത ശേഷം മാറ്റിവെച്ച കുലയും എടുത്തുകൊണ്ട് ചന്ദ്രശേഖരൻ ആ മുസ്ലിം സ്ത്രീയുടെ കുടിലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീയും അവരുടെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവ് എവിടെയോ കൂലിവേലയ്ക്കായി പോയി. സ്ത്രീ വെള്ളം കോരിക്കൊണ്ടുവരാനും പോയിരുന്നു. അവരുടെ 2 കുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 5-ഉം 3-ഉം വീതം വയസ്സ് മാത്രം പ്രായമായ ആ കുട്ടികൾ കുടിലിനകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കുടിലിൻ്റെ മേൽക്കൂരയ്ക്ക് തീപിടിച്ചു കത്തിക്കൊണ്ടിരുന്നു. ഈ കുട്ടികൾ അതറിഞ്ഞില്ല. അഥവാ അവരറിഞ്ഞാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല.
കുടിലിന് തീ പിടിച്ചിരിക്കുന്നത് കണ്ട് ചന്ദ്രശേഖരൻ ക്ഷണത്തിൽ അടുത്ത് ചെന്ന് പഴക്കുല അവിടെ വെച്ചിട്ട് തുമ്പിക്കൈ കൊണ്ട് കുടിലിൻ്റെ മേൽക്കൂടിന് ഒരു തട്ട് കൊടുത്തു. മേൽക്കൂട് തെറിച്ച് ദൂരെ പോയി വീണു. അത് അവിടെ കിടന്ന് നിശേഷം കത്തി. കാട്ടുകമ്പ് കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ഓലമേഞ്ഞതും മറ്റും ഉണങ്ങിയ തടിയും ഒക്കെ അതിനകത്തായിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് മേൽക്കൂരയ്ക്ക് തീ പിടിച്ചത്. അത് മുഴുവൻ ദഹിച്ചു പോയെങ്കിലും ചന്ദ്രശേഖരന് അത് തട്ടിക്കളഞ്ഞതുകൊണ്ട് ആ കുട്ടികൾക്ക് അതുപോലെ തന്നെ കുടിലിനകത്തും ഉണ്ടായിരുന്ന സാധനങ്ങൾക്കും തരക്കേടൊന്നും പറ്റിയില്ല. മുസ്ലിം സ്ത്രീ ഏതോ വറുക്കുന്നതിനായി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂട് പിടിക്കുമ്പോഴേക്കും മടങ്ങി വരാമെന്ന് വിചാരിച്ച് പോയതാണ്. ആ വഴിക്ക് ആരണ്ടെ കണ്ടപ്പോൾ അവർ അതൊക്കെ മറന്ന് അവരുമായി സംസാരിച്ചു കൊണ്ട് അല്പസമയം അവിടെ ചെലവഴിച്ചു പോയി. വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച് അത് കാഞ്ഞ് പാളിക്കത്തി മേൽപ്പുരയ്ക്ക് തീ പിടിച്ചു. ഈ സമയത്താണ് ചന്ദ്രശേഖരൻ അവിടെ എത്തിയത്. ചന്ദ്രശേഖരൻ മേൽപ്പുര തട്ടിക്കളഞ്ഞതിന് ശേഷം ആ 2 കുട്ടികളെയും താങ്ങിയെടുത്ത് ഒരു മരത്തണലിൽ കൊണ്ടുചെന്നിരുത്തി. പഴക്കൊലയെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് ദൂരെ മാറി നിന്നു. വീട് പോയതുകൊണ്ടുള്ള വിഷമത എത്രമാത്രമുണ്ടെന്ന് അറിയാൻ വയ്യാത്ത പ്രായമായിരുന്നതിനാൽ ആ കുട്ടികൾ പഴമെടുത്ത് തിന്ന് സന്തോഷിച്ചുകൊണ്ട് കളിച്ച് ആ തണലിൽ ഇരുന്നു. മുസ്ലിം സ്ത്രീ വെള്ളം കോരി കൊണ്ട് പകുതി വഴി വന്നപ്പോൾ അതികലശലായിട്ടുള്ള തീജ്വാലയും പുകയും കണ്ട് അയ്യോ എൻ്റെ കുട്ടികളുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വെള്ളവും കുടവും ദൂരെ എറിഞ്ഞ് തല തല്ലിയലച്ച് നിലവിളിച്ചു കൊണ്ട് ഓടിയെത്തി. കുടിലിൻ്റെ സമീപമെത്തിയപ്പോൾ കുട്ടികൾ പഴം തിന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നതും ചന്ദ്രശേഖരൻ അവരെ കാത്തുകൊണ്ട് ദൂരെ മാറി നിൽക്കുന്നതും ആ സ്ത്രീ കണ്ടു. അപ്പോൾ അവരുടെ മനസ്സിന് വളരെ സമാധാനമായി. കുട്ടികൾ കുടിലിൽ കിടന്ന് വെന്തുപോയിരുന്നു എന്നു തന്നെയായിരുന്നു ആ സ്ത്രീയുടെ വിചാരം. ചന്ദ്രശേഖരൻ പഴക്കുലയും മറ്റും കൊണ്ട് കൂടെ ചെല്ലുക പതിവായിരുന്നതിനാൽ പഴക്കുല അവിടെ ഇരിക്കുന്നതും ചന്ദ്രശേഖരൻ കാത്തു നിൽക്കുന്നതും കണ്ട് തൻ്റെ കുട്ടികളെ രക്ഷിച്ച് ചന്ദ്രശേഖരൻ തന്നെയാണ് നിശ്ചയിച്ചുകൊണ്ട് ആ സ്ത്രീ, എൻ്റെ ചന്ദ്രശേഖര, എൻ്റെ ഓമന കുട്ടികളെ രക്ഷിച്ചത് നീയാണല്ലോ, നിന്നെ പടച്ചവൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രശേഖരൻ അവിടെ നിന്നും പോയി. ആ മുസ്ലിം സ്ത്രീ തൻ്റെ കുട്ടികളെയും കൊണ്ട് കത്തി തീർന്ന് കുടിലിൻ്റെ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഉള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വീട് പോയതിൻ്റെ വിഷമം അവർക്ക് തോന്നിയിരുന്നെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്ന വിചാരമായിരുന്നു. കൂലിവേലയ്ക്ക് പോയിരുന്ന മുഹമ്മദീയൻ നേരം വൈകിയപ്പോൾ മടങ്ങിയെത്തി. അപ്പോൾ തൻ്റെ വീട് വെന്തുപോയെന്നറിഞ്ഞ് ദുഃഖിക്കുകയും തൻ്റെ മക്കൾക്ക് തരക്കേടൊന്നും പറ്റിയില്ലെന്നറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്തു. പിന്നെ വീട് പോയതിൻ്റെ വിഷമം അദ്ദേഹത്തിന് കലശലായി ഉണ്ടായെങ്കിലും ഉടനെ ഒരു വീട് കെട്ടി വെക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമായിരുന്നില്ല ആ മുഹമ്മദീയനെ സംബന്ധിച്ചിടത്തോളം. അവർ അങ്ങനെ വിഷമിച്ച് ഭാര്യയും ഭർത്താവും വിഷമിച്ച് ആലോചിച്ചിരുന്നപ്പോൾ ചന്ദ്രശേഖരൻ കുറേ കമ്പുകളും 5-8 മുളയും വരിഞ്ഞു കെട്ടാൻ ആവശ്യമായ ചൂരലും വലിച്ചെടുത്തു കൊണ്ടുവന്ന് അവരുടെ മുന്നിലിട്ടു. ആ സാധനങ്ങളെല്ലാം മുഹമ്മദീയൻ്റെ മുമ്പിലിട്ട് കൊടുത്തിട്ട് രാമശാവരുടെ അടുക്കിലേക്ക് അവൻ പോയി. സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആ മുഹമ്മദീയന് വളരെ സമാധാനമായി. അയാൾ നല്ലൊരു വേലക്കാരനായതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ കുടിലിൻ്റെ മേൽക്കൂര കെട്ടിയുണ്ടാക്കി. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ നല്ലവരായ ആൾക്കാരുടെ സഹായത്തോടു കൂടി കുറേ ഓല കിട്ടുകയും ആ ഓല കൊണ്ട് മേയ്ച്ചലും കഴിച്ചു. അങ്ങനെ 5-8 നാഴിക പുലർന്നപ്പോൾ ചന്ദ്രശേഖരൻ അവിടെ ചെന്ന് നോക്കി. അപ്പോൾ യഥാപൂർവം കുടിലുണ്ടാക്കി ആ മുസ്ലിം കുടുംബം അവിടെ പാർപ്പ് തുടങ്ങിയിരിക്കുന്നതായി കണ്ട് സന്തോഷിച്ച് അവൻ മടങ്ങിപ്പോയി. ആ മുഹമ്മദീയ സ്ത്രീക്ക് വിറകിനാവശ്യമുള്ള ഉണങ്ങിയ തടികൾ യഥാകാലം ചന്ദ്രശേഖരൻ മലകളിൽ നിന്ന് ശേഖരിച്ചു വന്ന് അവർക്ക് കൊടുത്തിരുന്നു. ഇതെല്ലാം അവന് ഒരു ദിവസം ദാഹിച്ചപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് വെള്ളം കോരി കൊടുത്തതിൻ്റെ നന്ദിയാണെന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ. ചന്ദ്രശേഖരനെ പോലെ കൃതജ്ഞതയുള്ള ഒരാന അക്കാലത്ത് എന്നല്ല അതിന് മുൻപും ഉണ്ടായിരുന്നില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. എന്നാൽ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എന്നായാലും അതിന് പകരം ചെയ്യാതെയും ഇരുന്നിട്ടില്ല. ഒരിക്കൽ കൊട്ടാരക്കര താലൂക്കിലെ കൽപ്പിട ദേശത്തുള്ള ചുറ്റുമല ക്ഷേത്രത്തിൽ ഒരു എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം രാമശാർ ചന്ദ്രശേഖരനെ ക്ഷേത്ര സമീപത്ത് തന്നെയുള്ള ഒരു മരത്തിൽ തളച്ചിട്ട് തീറ്റയ്ക്ക് വേണ്ടുന്ന തെങ്ങിൻപട്ട മുതലായവ ഇട്ടുകൊടുത്തിട്ട്
കുളിക്കാനും ഉണ്ണാനുമായിട്ടൊക്കെ പോയി. ആ സമയം ചില കുട്ടികൾ ചന്ദ്രശേഖരൻ്റെ ചുറ്റും ചെന്നുകൂടി. ഏറ്റവും വികൃതിയായ ഒരു ബാലൻ ഒരു കല്ലെടുത്ത് ഒന്നെറിഞ്ഞു. അങ്ങോട്ടെറിയുന്നതിനായി ചന്ദ്രശേഖരൻ ആ കല്ല് തപ്പിയെടുത്തു. അപ്പോഴേക്കും ആ ബാലൻ ഓടിക്കളഞ്ഞു. എങ്കിലും ചന്ദ്രശേഖരൻ ആ കുട്ടിയെ നോക്കി മനസ്സിലാക്കി വെച്ചു. കല്ലു കാലിനടിയിലാക്കി സൂക്ഷിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ തീറ്റ തിന്നുകയും തിന്നു കഴിഞ്ഞ ഉടനെ കല്ലെടുത്ത് വായിലാക്കി സൂക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഇത് പതിവായി ചന്ദ്രശേഖരൻ തുടർന്നുകൊണ്ടിരുന്നു. ഈ ചെയ്യുന്നതെല്ലാം രാമശാര് കണ്ടിരുന്നുവെങ്കിലും ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. കാരണം ചന്ദ്രശേഖരനെ ആ ബാലൻ എറിഞ്ഞത് രാമശാർ കണ്ടിരുന്നില്ലല്ലോ. ചന്ദ്രശേഖരനെ ആണ്ടുതോറും ഉത്സവങ്ങൾക്കും മുറജപങ്ങൾക്കുമുള്ള കാലങ്ങളിൽ നെടുമ്പുരകളുടെ തൂണുകൾ നിവർത്തി നാട്ടുന്നതിനും ലക്ഷദ്വീപ ദിവസം ആ തൂണുകളെല്ലാം എടുത്ത് മാറ്റുന്നതിനും തിരുവനന്തപുരത്ത് കൊണ്ടുപോവുക പതിവായിരുന്നു. അവിടെ കൊണ്ടുചെന്നാലുടനെ തിരുമുമ്പിൽ കൊണ്ടുചെല്ലണമെന്നും പ്രത്യേകം കൽപ്പനയുണ്ടായിരുന്നു. ആ പതിവനുസരിച്ച് രാമശാർ ചന്ദ്രശേഖരനെ അക്കൊല്ലവും ഉത്സവത്തിന് തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയും അവിടെ എത്തിയ ദിവസം തന്നെ അവനെ തിരുമുമ്പിൽ കൊണ്ടുചെല്ലുകയും ചെയ്തു. രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിലേക്ക് ചന്ദ്രശേഖരനെക്കുറിച്ച് പ്രത്യേക വാത്സല്യവും അതിന് കാരണവുമുണ്ടായിരുന്നുവല്ലോ. തിരുമുമ്പിൽ ചെന്നയുടനെ ചന്ദ്രശേഖരൻ നടനാലും മടക്കി നമസ്കരിച്ചു. ചന്ദ്രശേഖരൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യുക പതിവാണ്. അത് രാമശാർ പറഞ്ഞിട്ടും മറ്റുമല്ല, അവൻ സ്വമേധയായി ചെയ്യുന്നതാണ്. ചന്ദ്രശേഖരൻ നമസ്കരിച്ചെണീറ്റപ്പോഴേക്കും കൽപ്പന പ്രകാരമുള്ള പതിവ് പഴക്കുലകൾ, നാളികേരം, ശർക്കര മുതലായവയെല്ലാം അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞു. അവയെല്ലാം എടുത്ത് രാമശാർ ചന്ദ്രശേഖരൻ്റെ മുൻപിൽ വെച്ചു കൊടുത്തു. ചന്ദ്രശേഖരൻ പതിവ് പോലെ അതിൽ നിന്ന് നല്ലതായിട്ടുള്ള ഒരു പഴക്കുലയും ഏതാനും നാളികേരവും ശർക്കരയും എടുത്തു മാറ്റിവെച്ചു. ഇത് കണ്ടിട്ട് അതിൻ്റെ കാരണമെന്തെന്ന് കൽപ്പിച്ച് ചോദിക്കുകയും രാമശാർ മുസ്ലിം സ്ത്രീയുടെ കാര്യവും മറ്റും സാമാനങ്ങൾ കിട്ടുന്ന പണം താൻ ആ സ്ത്രീക്ക് കൊണ്ടുചെന്ന് കൊടുക്കുമെന്നുള്ള വിവരവും തിരുമനസ്സിൽ അറിയിക്കുകയും ചെയ്തു. ഉടനെ തിരുമനസ് കൊണ്ട് ചന്ദ്രശേഖര, ഇത് വെച്ചേക്കണമെന്നില്ല, അതിൻ്റെ വില ഇവിടെ നിന്ന് കൊടുത്തേക്കാം എന്ന് കൽപ്പിക്കുകയും അപ്പോൾ തന്നെ ആ വകയ്ക്ക് 4 റുപ്പിക കൽപ്പിച്ച് രാമശാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഉടനെ ചന്ദ്രശേഖരൻ വായിൽ നിന്ന് കല്ലെടുത്ത് താഴെ വെച്ചിട്ട് ആ പഴക്കുലയും മറ്റും മുഴുവനും തിന്നു തീർക്കുകയും തിന്നു കഴിഞ്ഞതിന് ശേഷം കല്ലെടുത്ത് പിന്നീട് വായിൽ വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ട് അതിൻ്റെ കാരണവും ഉദ്ദേശവും എന്താണെന്ന് മഹാരാജാവ് ചോദിച്ചു. അപ്പോൾ രാമശാർ പറഞ്ഞു, എന്തോ അടിയൻ അറിഞ്ഞുകൂടാ, കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പതിവ് പോലെ ഉത്സവം കഴിയുന്നവരെ ചന്ദ്രശേഖരനെയും കൊണ്ട് രാമശാർ തിരുവനന്തപുരത്ത് താമസിക്കുകയും അനന്തരം യാത്രയറിയിച്ച് പതിവുള്ള സമ്മാനവും വാങ്ങിക്കൊണ്ട് ചന്ദ്രശേഖര സമേതം കൊട്ടാരക്കരയ്ക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ് കൊണ്ട് നാട് നീങ്ങിപ്പോയി എന്നുള്ള വർത്തമാനം കേട്ടിട്ട് ചന്ദ്രശേഖരനുണ്ടായ സങ്കടം ഒട്ടും ചില്ലറയല്ലായിരുന്നു. അത് കേട്ടപ്പോൾ മുതൽക്ക് തന്നെ അവൻ ഉറക്ക നിലവിളി തുടങ്ങി. 3 അഹോരാത്രം മുഴുവൻ കിടക്കുകയും ഉറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്യാതെ ചന്ദ്രശേഖരൻ നിലവിളിച്ചു കൊണ്ട് തന്നെ നിന്നു. അവൻ്റെ നിലവിളി കേട്ട് പരിസരവാസികളെല്ലാം വളരെ വളരെ വിഷമിച്ചു. പിന്നെ കാരണമറിഞ്ഞതിൻ്റെ ശേഷമേ അവർക്കൊക്കെ സമാധാനമായുള്ളൂ. എന്തുകൊണ്ടാണ് അവരിങ്ങനെ കരയുന്നതെന്ന് രാമശാർ തന്നെ നാട്ടുകാരോട് പറയേണ്ടി വന്നു. ഏകദേശം ഇങ്ങനെയുള്ള ഒരു ദുഃഖം ചന്ദ്രശേഖരന് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാർ മരിച്ചു എന്ന കാര്യം കേട്ടപ്പോഴും അവന് ഉണ്ടായി. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം രാമശാരുടെ നിർബന്ധം കൊണ്ട് ചന്ദ്രശേഖരൻ കുറേശ്ശെ വെള്ളം കുടിക്കുകയും തീറ്റ തിന്നുകയും ചെയ്തു തുടങ്ങി. സാമാന്യം പോലെ വെള്ളം കുടിക്കുകയും തീറ്റ തിന്നുകയും ചെയ്തു തുടങ്ങിയത് 1 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. ആ 1 കൊല്ലം മുഴുവനും ചന്ദ്രശേഖരൻ ദിവസം തോറും പതിവായി കാലത്തും വൈകുന്നേരവും തെക്കോട്ട് നോക്കി നിന്ന് 3 പ്രാവശ്യം വീതം ഉറക്കെ നിലവിളിച്ചിരുന്നു. ചന്ദ്രശേഖരനെ ആണ്ടുതോറും ഹരിപ്പാട്, അമ്പലപ്പുഴ, ആറന്മുള, വൈക്കം മുതലായ മഹാക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോവുക പതിവായിരുന്നു. എങ്കിലും ഈ 1 കൊല്ലം അവനെ എങ്ങും കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസിൻ്റെ കാലത്ത്
പതിവ് പോലെ ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഒരു ഉത്സവത്തിന് കൊണ്ടുപോയിരുന്നപ്പോൾ അവിടെ വെച്ച് ഒരു വിശേഷമുണ്ടായി. ആറാട്ട് കഴിഞ്ഞ് ശംഖുമുഖ തീരത്ത് വെച്ച് അവിടെ നിന്ന് തിരിച്ച് എഴുന്നള്ളി കുറച്ച് കിഴക്കോട്ട് നടന്നപ്പോൾ തന്നെ പണ്ട് കല്ലുകൊണ്ടെറിഞ്ഞയാൾ എഴുന്നള്ളിപ്പ് കണ്ടുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നത് ചന്ദ്രശേഖരൻ കണ്ടു. ഉടനെ അവൻ വായിൽ സൂക്ഷിച്ചിരുന്ന കല്ല് തുമ്പിക്കൈയിലെടുത്ത് അയാൾക്കിട്ട് ഒരു ഏറ് കൊടുത്തു. ആ ഏറ് കൊണ്ട് കാലിൻ്റെ മുട്ടൊടിഞ്ഞ് ആ മനുഷ്യൻ അവിടെ വീണു. ഉടനെ ചന്ദ്രശേഖരൻ ആ സ്ഥലത്തേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ബഹളം കേവലം അവർണ്ണനീയമായിരുന്നു. മേളക്കാരും തീവട്ടിക്കാരും പട്ടാളക്കാരും അകമ്പടിക്കാരും കാഴ്ചക്കാരുമെല്ലാം പ്രാണഭീതിയോടുകൂടി നാലു പുറത്തേക്കും ഓടി. മഹാരാജാവ് തിരുമനസിലേക്ക് മാത്രം ഒരിളക്കവും ഉണ്ടായില്ല. അവിടെ എഴുന്നള്ളി നിന്നിടത്ത് തന്നെ നിന്നു. ചന്ദ്രശേഖരൻ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞു ചെന്നത് ആ കല്ലെടുത്ത് വായിലാക്കാൻ മാത്രമായിരുന്നു. അല്ലാതെ ആരെയും ഉപദ്രവിക്കണമെന്ന് അവന് ഉണ്ടായിരുന്നില്ല. ആരെയും അവൻ ഉപദ്രവിച്ചിട്ടുമില്ല. എങ്കിലും അവൻ്റെ മനോഗതം ജനങ്ങൾ എങ്ങനെ അറിയുന്നു? ഒരാണ്ടിൽ തിരുവനന്തപുരത്ത് ആറാട്ടു നാൾ ഒരു വലിയ കൊമ്പനാന പിണങ്ങി. സ്വാതി തിരുനാൾ തിരുമനസിൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവിടുന്ന് നരസിംഹത്തിൻ്റെ അവതാരമായിരുന്നതിനാൽ അവിടേക്ക് ഒരു കൂസലമുണ്ടായില്ല. ആന അടുത്തു ചെന്നപ്പോൾ തിരുമനസ് കൊണ്ട് തൃക്കണ്ണ് തുറന്ന് ആനയുടെ നേരെ ഒന്ന് നോക്കി. അപ്പോൾ ആന തിരുമുമ്പിൽ ചെന്നും കൊമ്പ് കുത്തി എന്നും മറ്റും ആണ് ജനങ്ങൾ ഈ ഒരു പ്രവൃത്തിയെ വ്യാഖ്യാനിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ചന്ദ്രശേഖരൻ തന്നെ എറിഞ്ഞ ആളിനെ എറിഞ്ഞ് ആ കല്ല് എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ചന്ദ്രശേഖരൻ ഓടിച്ചെന്ന്. പക്ഷേ ആളുകൾ പറഞ്ഞു പരത്തിയത് ഈ ഒരു സ്ഥിതിവിശേഷത്തിലാണ്. ഈ ബഹളം താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ലെന്നും ജനങ്ങൾ വെറുതെ ഉണ്ടാക്കി തീർത്തതാണെന്നും ഇത് നിമിത്തം തൻ്റെ പേരിൽ തിരുവുള്ളക്കേട് ഉണ്ടാകരുതെന്നുമുള്ള ഭാവത്തോടു കൂടി ചന്ദ്രശേഖരൻ നമസ്കരിക്കുക മാത്രമേ അന്നുണ്ടായുള്ളൂ. ആറാട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ചന്ദ്രശേഖരനെയും അവൻ്റെ ഏറുകൊണ്ട് കാലൊടിഞ്ഞ മനുഷ്യനെയും തിരുമുൻപാകെ കൊണ്ടുചെല്ലുവാൻ കൽപ്പനയുണ്ടാവുകയാൽ രാമശാൽ ചന്ദ്രശേഖരനെയും രാജഭടന്മാർ ഓടി നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേട്ടിയെടുത്ത് കാലൊടിഞ്ഞ ആ മനുഷ്യനെയും തിരുമുൻപാകെ കൊണ്ടുചെന്നു. അപ്പോൾ തിരുമനസ് കൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ചു, ചന്ദ്രശേഖരൻ നിന്നെ എറിയാൻ എന്താണ് കാരണം? ഒരു കാരണവും കൂടാതെ ചന്ദ്രശേഖരൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് കൽപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യൻ അടിയൻ്റെ ചെറുപ്പത്തിൽ ഒരു കല്ലെടുത്ത് ചന്ദ്രശേഖരനെ ഒന്നെറിഞ്ഞു. അത് അവൻ്റെ കാലിന്മേൽ കൊണ്ടു. അതിനു പകരമാണ് അവൻ അടിയൻ്റെ കാലൊടിച്ചത്. ആ കല്ലുകൊണ്ട് അവൻ അന്ന് തന്നെ എറിയാൻ ഭാവിച്ചു. അടിയൻ ഓടിക്കളഞ്ഞതുകൊണ്ട് അപ്പോൾ അത് സാധിച്ചില്ല. അന്ന് മുതൽക്ക് തന്നെ അവൻ ആ കല്ല് അവൻ്റെ വായിൽ സൂക്ഷിച്ചു തുടങ്ങി. എന്നെങ്കിലും അവൻ പ്രതിക്രിയ ചെയ്യുമെന്നുള്ള വിചാരം അടിയൻ്റെ പഴമനസ്സിലുണ്ടായിരുന്നതിനാൽ അടിയൻ ഒളിച്ചുമാറിയേ നടന്നിരുന്നുള്ളൂ. ഏകദേശം 40 കൊല്ലം മുമ്പാണ് അടിയൻ ചന്ദ്രശേഖരനെ എറിഞ്ഞത്. അടിയൻ അന്ന് 10-12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അടിയനെ കണ്ടാൽ അറിയുകയില്ലെന്നും വിചാരിച്ചാണ് എഴുന്നള്ളിപ്പ് കാണുന്നതിനുള്ള മോഹം കൊണ്ടും ആണ് അടിയൻ ഇന്നലെ അവിടെ വന്നു ചേർന്നത്. ചന്ദ്രശേഖരൻ ഒരിക്കൽ കണ്ടിട്ടുള്ളവരെ പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞ് കണ്ടാലും അറിയുമെന്നും അവനെ ഉപദ്രവിച്ചാൽ എന്നെങ്കിലും അവനതിന് പ്രതികാരം ചെയ്യുമെന്നും ഇന്നലെ ഏറുകൊണ്ടപ്പോഴാണ് അടിയന് മനസ്സിലായത്. തിരുമനസ് കൊണ്ട് പറഞ്ഞു, നീ ഏതു ദിക്കുകാരൻ? കാലൊടിഞ്ഞവൻ പറഞ്ഞു, അടിയൻ്റെ കുപ്പമാടം കല്ലടയാണ്. അടിയൻ ഒരഗതിയാണ്. കൂലിവേല ചെയ്താണ് അടിയൻ കാലം കഴിച്ചിരുന്നത്. ഇനി അതിന് നിവർത്തിയില്ല. ഇത് കേട്ട് തിരുമനസ് കൊണ്ട് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പണവും പിന്നീട് അവൻ്റെ ജീവിതാവസാനം വരെ പ്രതിമാസം 25 പണം വീതം സർക്കാരിൽ നിന്ന് കൊടുത്തുകൊള്ളുവാൻ കൽപ്പിച്ച് ചട്ടം കെട്ടുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് രാജഭടന്മാർ അവനെ എടുത്തുകൊണ്ട് പോയി. അവനെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രശേഖരൻ തൻ്റെ വായിൽ സൂക്ഷിച്ചിരുന്ന കല്ലെടുത്ത് തിരുമുമ്പിൽ വെച്ചിട്ട് കാൽ മടക്കി നമസ്കരിച്ചു. തിരുമനസ് കൊണ്ട് ആ കല്ല് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിനുശേഷം തൃക്കൈയിലെടുത്ത് നോക്കി. ആ കല്ലിനു ക്രമത്തിലധികം ഭാരമുണ്ടായിരുന്നതിനാൽ അതിനകത്ത് എന്തോ സാധനമുണ്ടെന്നും ആ
കല്ല് പൊട്ടിച്ച് നോക്കിയാൽ കൊള്ളാമെന്നും തിരുമനസ്സിന് തോന്നി. ചന്ദ്രശേഖര, ഈ കല്ല് ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ, സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. സമ്മതം തന്നെയെന്ന് ചന്ദ്രശേഖരൻ തലകുലുക്കി. ഉടനെ തിരുമനസ്സുകൊണ്ട് ഒരു കൂടം വരുത്തി അവിടെ വെച്ച് തന്നെ ആ കല്ല് പൊട്ടിച്ചു നോക്കിയപ്പോൾ ഏറ്റവും പ്രകാശത്തോടു കൂടിയ ഒരു ദിവ്യരത്നം കാണപ്പെട്ടു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് അവിടെയുണ്ടായിരുന്ന മറ്റാളുകളും അത്യന്തം വിസ്മയിച്ചു. തീക്കട്ട പോലെ പ്രകാശമുള്ള ആ രത്നം സന്തോഷസമേതം കയ്യിലെടുത്ത് നോക്കിയിട്ട്, ചന്ദ്രശേഖര, ഈ രത്നം നാം എടുക്കുന്നതിന് നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു. ചന്ദ്രശേഖരൻ സന്തോഷത്തോടുകൂടി സമ്മതിച്ച് തലകുലുക്കി. പിന്നെ ചന്ദ്രശേഖരന് പതിവുള്ള പഴക്കുലയും മുതലായ സാധനങ്ങളും ആ മുസ്ലിം സ്ത്രീക്കുള്ള പണവും രാമശാർക്കുള്ള പതിവ് സമ്മാനങ്ങളും ഒക്കെ കൽപ്പിച്ചു കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. കല്ലിനകത്തുനിന്ന് കിട്ടിയ ദിവ്യരത്നം തിരുമനസ്സുകൊണ്ട് തങ്കം കൊണ്ട് കെട്ടിച്ചു. അവിടുന്ന് വിശേഷ ദിവസങ്ങളിൽ ചാർത്താനുള്ള രത്നമാലയുടെ നടുനായകമാക്കി കോർത്തുവെച്ചു. ആ മാല സ്വാതി തിരുനാൾ തിരുമനസ്സുകൊണ്ട് വിശേഷ ദിവസങ്ങളെല്ലാം പതിവായി എടുത്ത് ചാർത്താറുണ്ടായിരുന്നു. ആ മാല ഇപ്പോഴും വലിയ കൊട്ടാരം വക ഭണ്ഡാരത്തിലിരിക്കുന്നുവെന്നാണ് കേൾവി. ചന്ദ്രശേഖരൻ്റെ മറ്റ് വിശേഷങ്ങൾ മാന്യ കേൾവിക്കാർക്കായി അടുത്ത ഭാഗത്ത് പറയുന്നതാണ്.